പോലീസ് ഞങ്ങൾ സാറിനെ കണ്ടില്ലോ എന്ന് കരുതി ഇരിക്കായിരുന്നു. എന്താണോ നിങ്ങൾ ആശാൻ ഭരതനൊന്നില്ലേ? ശിഷ്യന്മാര് മാത്രമേ ഉള്ളോ? ആശാനൊന്നില്ല, ടൗണിൽ പോയിരിക്കാം. മാങ്ങ കച്ചവടത്തിന്. അതൊക്കെ മാങ്ങ കച്ചവടം ഉണ്ടോ? ഇതിരിക്കട്ടെ. എത്ര ഉണ്ടോ? കൃത്യമായിട്ടുണ്ട് സാർ. ഉണ്ടല്ലോ. ഓ പാടോ. ആ ആശ തനിച്ച ഞാൻ അവളെ ഒന്ന് സഹായിക്കട്ടെ. കുമാരി ആശ തന്റെ രണ്ട് കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ട് തന്റെ സ്വന്തം സഹോദരന്റെ നേരെ എരിയുന്ന കത്തികൾ ആഞ്ഞെറിയുകയാണ്. ദാ നോക്കിക്കോളൂ, മനുഷ്യ മനസ്സുകൾ മരവിച്ചു പോകുന്ന ഈ രംഗം ഹൃദയമിടിപ്പ് നിൽക്കാതെ കണ്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല സുഹൃത്തുക്കളെ. ഇതാ കത്തികൾ കത്തുകയാണ്. അതെ അതെ, കത്തികൾ കത്തിക്കഴിഞ്ഞു. ഇതാ കത്തുന്ന കത്തികൾ അതാ ആശ തന്റെ സ്വന്തം സഹോദരന്റെ നേരെ ആഞ്ഞെറിയുകയാണ് സുഹൃത്തുക്കളെ. എറിഞ്ഞോളൂ. ആശാനെ, മോട്ടോർ ബൈക്കിൽ കാണുന്നില്ല ഇവിടെ. ചേട്ടനോടെ പോയിരിക്കോ? അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാ നമുക്ക് പോവാം. വരുന്നപ്പോ ഇന്നലെ രാത്രി കോളൊന്നും കിട്ടില്ലെന്നാ തോന്നുന്നേ. മുഖത്ത് ഒരു ക്ഷീണവും ഇല്ല. പൂരവും കളിയും ഒക്കെ കഴിഞ്ഞിട്ടുള്ള വരവാ. എടാ സിദ്ധു, എന്തോ ഒരു 25 രൂപ താടാ. എന്റെ കയ്യിലില്ല ചേച്ചി. വെറുതെ വേണ്ടടാ. അയ്യേ, എനിക്കെങ്ങും വേണ്ട. എയ്ഡ്സ് ഉള്ള കാലവാ. നീ എന്താടാ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്റെ അടുത്തുണ്ടോടാ 25 രൂപ എടുക്കാൻ? അയ്യോ, എന്റെ കയ്യിലൊന്നും ഇല്ല ചേച്ചി രൂപ. പിന്നെ ഒരു 5 രൂപ തരാം. നാളെ രാവിലെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോ കമലമ്മ ചേച്ചി മുമ്പിൽ വന്ന് നിൽക്കണം. നല്ല ശകുനമായിരിക്കും. എന്തോട്ടാണ് നീ നിന്ന് കളിക്കണത്? ഒരു ശൃംഗാര രൂപണി വന്നിരിക്കുന്നു. കത്തി എറിഞ്ഞ ആളെ കൊല്ലം നടക്കുന്നവളല്ലേ നീ? ഈ തള്ളെന്തിനാ എന്നോട് കറിയിക്കുന്നത്? എനിക്കെന്താ ചിരിക്കാൻ പാടില്ലേ? ആശേ, വനജെ ചേട്ടനോട് പോയി. ആവോ, രാവിലെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയതാ. എടി വനജെ, ഒരു 10 രൂപ ഉണ്ടടി എടുക്കാൻ. 10 ഒന്നും ഉണ്ടാവില്ല, വേണേ 2 രൂപ തരാം. അതാർക്ക് വേണം? വേണ്ടെങ്കി വേണ്ട. അതെ, കിടക്കാൻ പോവാ? അല്ല, ഊണ് കഴിക്കാൻ പോവാ. അല്ലേ? അമ്മേ, ഞാൻ പോകുന്നു. മോളെ ഗൗരി, നീ എന്താ ഇവിടുത്തെ മാങ്ങ ഭരതന് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ? അയാൾക്ക് കൊടുക്കണ്ട, എനിക്കിഷ്ടമല്ല. മറ്റാരേക്കാളും കൂടുതൽ കാശ് അവൻ തരും. പിന്നെ എന്താ മോളെ? കൊടുക്കണ്ട, എനിക്ക് അയാളുടെ വർത്തമാനം ഇഷ്ടമല്ല. ചേച്ചി, ചേച്ചി, എനിക്ക് സൽവാർ കമ്മീസ് വാങ്ങിച്ചരാന്ന് പറഞ്ഞിരുന്നു. വാങ്ങാൻ പൈസ വേണ്ടേ? എന്റെ അടുത്തില്ല. ഇപ്പൊ ഉള്ളതൊക്കെ ഇട്ടാ മതി. അമ്മേ, ഇന്നലെ രാത്രിയിലും ജനൽക്ക് തട്ടലും ബഹളം ഉണ്ടായി. ആ വടക്കേലെ ചെറുക്കന്മാരായിരിക്കും. എന്നിട്ട് എന്തേ നീ എന്നോട് പറയാഞ്ഞേ? അമ്മയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. കൊറേ നേരം ബഹളം ഉണ്ടാക്കി. എന്റെ ഈശ്വര. കുഞ്ഞിലക്ഷ്മി, കഞ്ഞി കാലായോ തരാൻ? ആയ കാണുമേ, ഇതാ വരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം നിസ്സാരമല്ല. നോക്കാം. ഇതന്നെയല്ലേ? അതേടോ. നമസ്കാരം. എന്താ പഞ്ചായത്ത് മെമ്പർ ഈ വഴിക്ക്? വെറുതെ വന്നതാ. ഈ സിറിയ കൂരിക്കാടൻ പുതിയ എസ് ഐ ആണോ? പഴയ എസ് ഐ തന്നെ, പക്ഷെ ഇവിടെ പുതുതായിട്ട് ചാർജ് എടുക്കുക. ആളെങ്ങനെയാ? ഞാൻ കണ്ടിട്ടില്ല. താൻ അറിയോടോ? പിന്നെ അറിയും. ഞാൻ പുതുക്കാടുണ്ടായിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. സാറ് കേട്ട് കാണും. പ്രാക്ക് സിറിയക്കെന്ന ഇരട്ട പേര്. പ്രാക്കോ? അതെന്തിരട്ട പേരാടോ? എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും.
പ്രത്യേകിച്ചും പെണ്ണുങ്ങളുടെ. അപ്പോൾ ഇവിടത്തെ പെണ്ണുങ്ങൾ ഇനി സൂക്ഷിക്കണമെന്ന് അർത്ഥം. എടോ നാരായണ, താനൊന്നും അവിടെ ഉണ്ടാവണം. ആരും ഇല്ലെങ്കിൽ കൂലിക്കാരൻ വന്ന ഉടനെ ചൂടാവും. ശരി സാർ. നിങ്ങളോട് പറഞ്ഞിട്ടില്ലടാ ഇവിടെ വന്ന് കളിക്കരുത്. ഇത് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പല്ലേ? ചന്തയുള്ള ദിവസം മാത്രമല്ലേ ഞങ്ങൾ വരുന്നുള്ളൂ. മര്യാദ കഴിഞ്ഞിട്ട് പോകുന്നോ? ഒന്നിട്ട് പോക്കെടുക്കാം. ഇന്നത്തെ ദിവസം മാത്രമേ വല്ലതും കിട്ടുള്ളൂ. ഉപദ്രവിക്കരുത്. ഇവിടുന്ന് വല്ലതും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് റേഷൻ വാങ്ങാൻ. നിന്നോടൊന്ന് പറഞ്ഞ കേൾക്കില്ല. നിന്റെ ഒരു വിചാരമുണ്ട്, നിന്റെ ആശാമ നിന്നെയും ഇനി എന്റെ പിള്ളേരെങ്ങാനും തൊട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങാ പൊടുന്ന പോലെ ഞാൻ പൂളിക്കളയും. പോന്നീ പോടാ പോടാ. നിനക്ക് വേണോടി? ഹായ്, നല്ല മണം. എവിടുന്ന ഏട്ടാ? ദുബായിന്നാ? എനിക്ക് തരുവോ? കിട്ടുന്നൊക്കെ അവിടെ കൊണ്ടേ കൊടുത്തു. നിനക്ക് ഞാൻ വേറെ വാങ്ങിത്തരാം പോരെ?
ആശാനെ പൂരം വരെ വളരെ മോശമായിരുന്നു കേട്ടോ. ഉം, ഇന്നലത്തെ കീഴ്ക്കാടത്തെ ചന്തക്കളിയും ഗുണമില്ലാണ്ട് പോയി. ഉം. ഇന്നും കൂടി വാങ്ങിയില്ലെങ്കിൽ റേഷൻ കമ്പനിക്ക് അടിക്കും. നമ്മുടെ കഞ്ഞൂടി മുട്ടും. ഒന്ന് അടിച്ചടാ. അടിക്കാം. അടി ഞാൻ അടിച്ചോളാം, നീ മാറിക്ക്. അടി വരുന്ന മാറിക്കാൻ. എന്താടാ ഭരത എങ്ങോട്ടൊരു സർക്കിട്ട്? ഇവിടം വരെ. എടാ നീ അങ്ങോട്ട് നാഞ്ഞടി. അയ്യോ ചേച്ചി ബാക്കി പറയരുതേ, അർത്ഥം മാറിപ്പോവും. ഉം, ഉം. എന്തർത്ഥം മാറൂന്ന്? മനസ്സിലായില്ല. രക്ഷപ്പെട്ടു. എന്തുട്ടാ ഈ പറയണേ? അല്ല, ഞങ്ങള് റേഷൻ മേടിക്കുന്ന കാര്യം പറഞ്ഞതാ. അതെ ഞങ്ങള് റേഷൻ അല്ല ആശാനെ, എടാ ഭരത നീ ഈ കിട്ടുന്ന കാശൊക്കെ പട്ടണത്തിൽ മുടക്കാതെ വല്ലപ്പോഴും 25 രൂപ എനിക്കും താടാ. ഉം. നിനക്ക് ഞാൻ ഡിസ്കൗണ്ട് തരാടാ. ഒന്ന് വേഗം അടിക്കണം. ഇത് ഡീസൽ വണ്ടിയല്ലേ, എങ്ങനെ ഷർട്ടാവും? നിന്നെ- പോരാത്തിന് 4 വീലേഴ്സും പണ്ടാരം. എന്നാ ഞാൻ അടിക്കണം. ആ. ഒന്ന് തള്ളി ഇറക്കിയ അവള് പറഞ്ഞാൽ ആരാ കൂട്ടാക്കാൻ പോണു? ഞാനത് അപ്പളേ മറന്നു. എന്നാലും അവൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണ്ടേ? ഹ, നീ അത് കള. നിനക്ക് മാങ്ങ കിട്ടുമല്ലേ വേണ്ടു. ആ. ജോറി, നീ എന്താ ഇത്ര താമസിച്ചത്? ഇപ്പൊ പോയി 9-ന്റെ വണ്ടി കിട്ടുമോ? എനിക്ക് മാങ്ങാ തരണ്ടെന്ന് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഇവിടെ വാങ്ങാൻ വേറെ ആൾക്കാരുള്ളത് കൊണ്ട്. ആ, പതിവായിട്ട് ഞാനല്ലേ വാങ്ങിക്കുന്നത്. എന്താ മാറ്റി കൊടുത്തൂടെ? കുത്തകയൊന്നും തന്നിട്ടില്ലല്ലോ. കുറച്ചുനാൾ മുമ്പ് വരെ നിന്റെ നാവിന് ഇത്ര നീളമില്ലായിരുന്നല്ലോ. 4 കാശ് സമ്പാദിക്കുന്നതിന്റെ തലക്കനായിരിക്കും അല്ലേ? ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് എന്താ അധികാരം ഇത്രയൊക്കെ എന്നെ വിസ്തരിക്കാൻ? എനിക്കേ അതിനുള്ള അധികാരമുണ്ട്. ബോധ്യപ്പെടുത്തണോ? വേണ്ടി വരും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ആരാ? എന്റെ നായരോ ഇത്ര അധികാരം കാണിക്കാൻ? നിർത്തണടാ. അവൾ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഒന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടു. കുറച്ചു നാളായി അവളുടെ പെരുമാറ്റത്തില് മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറ്റേ എന്താ ഇത്? ഒന്നുമില്ല സെന്റാ. നിനക്ക് തന്നെ അവൾക്ക് കൊടുത്തോടായിരുന്നോ? ആ ഭരത, ഞാൻ പറഞ്ഞ 2 അവധിയും തെറ്റി. അന്ന് വാങ്ങിച്ച കാശ് ഈ ആഴ്ചയും തരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അല്പം കൂടെ നീ ക്ഷമിക്കണം. അതിന് ഞാൻ കാശ് ചോദിച്ചില്ലല്ലോ. ഞാൻ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അവളുടെ ഒരാളുടെ വരുമാനം കൊണ്ട് ഇവിടെ എന്താവാനാ? ഓർക്കുമ്പോ ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, വനജയുടെ ആലോചന എവിടം വരെയായി? ഒന്നും ആയിട്ടില്ല. ഭരത നീ എന്നെ മറന്ന? എനിക്ക് വല്ലതുണ്ടാ മോനെ? മുത്തശ്ശിയെ മറക്കാനാ. ഇത് വെച്ചോ. 5 രൂപ. ഞാൻ മറ്റേ 5 5. വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. അപ്പോഴേക്ക് ഇര കുത്തിയോ? പ്രാക്കാള് കൊള്ളാമല്ലോ സാറേ. ആരാ അത്? എന്താടോ? സാർ, മണി 11 ഇതുവരെ സാറിനെ കണ്ടില്ല. അതുകൊണ്ട് അന്വേഷിച്ചു വന്നാ. എന്താ കാര്യം? ഒന്നുമില്ല. 2 പ്രാവശ്യം DYSP വിളിച്ചിരുന്നു. എന്തോ അത്യാവശ്യം പറയാനുണ്ടെന്ന്. താൻ ചെല്ലി, ഞാൻ പിന്നെ വന്നേക്കാം. സാർ, ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ആ പെണ്ണിന്റെ തന്ത ജീവപര്യന്തത്തിൽ കിടക്കുന്ന കൊലപ്പുള്ളിയാ. ഷാപ്പിൽ വെച്ച് വഴക്കൂടി 2 പേരെ കൊന്നതിന്. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അയാൾ പരോളിൽ വരാറുണ്ട്. വരട്ടെ സാർ. എന്തൊരു ആനമുണ്ടെന്ന് നുണയാ സാറേ തട്ടിവിട്ടത്. ആ പെണ്ണിന്റെ തന്ത എത്തിട്ട് കാലവത്തരായി. ഇവനെയൊക്കെ ആദ്യം ഒന്ന് വിരട്ടി നിർത്തിയാലേ ശരിയാവൂ. ഇല്ലെങ്കിൽ പ്രാക്ക് നമുക്കൂടി കേൾക്കും. സത്യമായി അറിഞ്ഞാലോ? ചോദിക്കും. അപ്പോഴോ? ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? ഒരു നുണയുണ്ടാക്കാൻ ഈ കരുണാരൻ എത്ര നേരം വേണോടോ? താമാ. രണ്ട് വെച്ചാൽ 4 വെച്ചാൽ വേരാജാവേ.
1 വെച്ച 2 2 വെച്ച 4 4 വെച്ച 5 വെയ് രാജാവേ ആ വെയ് രാജാവേ അപ്പരേഖാശാസ്ത്രം ഭൂതം ഭാവി വർത്തമാനം ഭാഗ്യം വരൂ സാർ. വെയ് രാജാവേ ആർക്കും വെക്കാം. ഇതാണ് പുള്ളി. ഇതിൽ വെച്ച 5 വെയ് 1 വെച്ച 2 2 വെച്ച 4 4 വെച്ച വെയ് രാജാവേ വേഗം നിർത്തി പോയിക്കോ. എന്താ കർണാവിന്റെ കാര്യം? വേണ്ട, അതിനല്ലേ ഞാൻ വന്നത്. പിന്നെ പുതിയ SI ചാർജ് എടുത്തു. ആളിത്തിരി പെശക. ആരാ പുതിയ SI? ചെറിയ കൂലിക്കാർ. പ്രാക്കെന്നാ ഇരട്ട പേര്. പ്രാക്കോ? അതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് നാട്ടിൽ നിന്റെ അംഗമൊന്നും വേണ്ട. ഉപദ്രവിയാണോ ആള്? അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഞാൻ പോട്ടെ. ആ പാടോ. അമ്മേ, അമ്മേ, എന്താ ഇതെങ്ങനെ ഇവിടെ വന്നു? വേടിക്കുറ്റിയോ? ഇതെങ്ങനെ ഇവിടെ വന്നു? ആ, ഭരതനായിരിക്കും. ഭരതനോ? അയാള് രാത്രി എന്തിനു ഇവിടെ വന്നു? ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി മോളെ. ഞാൻ അവനോട് പറഞ്ഞിരുന്നു അയലത്തെ ചെറുക്കന്മാര് രാത്രി ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം. അമ്മയ്ക്ക് പറയാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഭരതനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവൻ നമ്മുടെ... എനിക്ക് ഇഷ്ടമല്ല. നാട്ടുകാരെ കൊണ്ട് പറയിച്ചേ അമ്മ അടങ്ങും അല്ലേ? ഇവൾക്ക് എന്ത് പറ്റി? ഭരതേട്ടാന്ന് തികച്ചും പറയാത്ത ഇവളെന്താ ഇപ്പൊ അവന്റെ പേര് കേൾക്കുമ്പോ ഉറഞ്ഞു തുള്ളുന്നത്? എടാ ഉണ്ണി, പുറത്ത് വരുന്ന മൂത്രം ഒഴിക്കടാ. ഇതൊന്നും വേണ്ട വിളിക്കരുത്. അതിലെ ചിലതൊക്കെ ദുബായാ. ഏത് ദുബായി ആണെങ്കിലും വേണ്ട. ആ ഇവൻ കൊള്ളാം. ഇവനേതാ? അയ്യോ, ഇതിൽ അഡ്രസ് ഇല്ലല്ലോ, ഞാൻ നോക്കി അറിയിച്ചോളാം. ആ ഇത് കൊള്ളാൻ നോക്കി. കൊള്ളാം, പക്ഷേ തലമുടി പഴയ ഫാഷനാ. ഓ രക്ഷപ്പെട്ടു. ആ ഒരു കുറവല്ലേ നീ കണ്ടുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ. ആ ഇതൊന്ന് അന്വേഷിക്കും. ഒരു 10 രൂപ എടുത്ത് പണിക്കർ കൊടുക്കും. ആ പിന്നെ ഈ വകയിൽ ഇപ്പൊ രൂപ 100 ഇതെങ്കിലും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിൽ നിൽക്കുന്ന ക്രാവിനെ ഞാൻ അയച്ചിട്ടുണ്ട്. അയ്യോ അതൊന്നും വേണ്ട, ഇത് നടക്കും. ആശാനെ ഇപ്പൊ വരാ, ഭയങ്കര ചൂടാ, ഇതൊന്ന് കുടിച്ചോട്ടെ. എടാ ഭരത, ഒരു 20 ചില്ലറേന്റെ താടാ. അതിനെന്താ, തരാലോ. കമലമ്മേ, ഇത് എടുക്കാത്ത നോട്ടാണല്ലോ. ഇന്നലെ ഇരുട്ടത്ത് ഒരു ദ്രോഹി പറ്റിച്ചതാ. ഇതാ മോനെ. വെച്ച് പിന്നെ തന്നാ മതി. ഒന്ന് വാടാ വേഗം. ആ ഭരത, ആ ഒരു കടം ബാക്കിയുണ്ട്. എന്ത് കടം? ഇതിന്റെ പുറത്ത് കയറ്റി എന്നെ സവാരി കൊണ്ടുവന്ന് ഏറ്റിട്ടുണ്ട്. ഓ അത്രേ ഉള്ളൂ, ഞാൻ പേടിച്ചു പോയി. കമലമ്മ എപ്പ വേണോന്ന് പറഞ്ഞാൽ മതി, ഞാൻ അപ്പ റെഡി. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. പോട്ടെ, റൈറ്റ്. എന്താ ഇത്ര തിടുക്കം? പതുക്കെ പോയാ പോരും, ഞങ്ങളെ പേടിയാണോ? വീട്ടിൽ ഗുണ്ടയെ എടുത്തിരിക്കുകയാണോ കാവലിന്? ഞങ്ങൾ വേണമെങ്കിൽ മാറി മാറി കാവലിരിക്കാം. എന്താ പെങ്ങളുടെ പേര്? ജോലിയോ അതോ ഇനി ഊമയാണോ? ഊമയാണെങ്കിൽ അംഗം കാണിച്ചാലും മതി. എന്തെങ്കിലും ഒന്ന് പറയുന്നേ, ഞങ്ങളൊന്ന് കേക്കട്ടെ. നിനക്കൊക്കെ എന്തിന്റെ അസുഖമാടാ ശവികളെ? പോടാ, വെറുതെ കുടുംബത്തിരിക്കുന്ന പെമ്പിള്ളാരെ ഉപദ്രവിക്കാതെ പോ. താനാരാ പറയാൻ? ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു. വേണമെന്നേ, അവര് പോയിക്കോളും. എടാ ഒന്ന് തലയിട്ടേക്ക, ഒന്ന് പോടാ, ഒന്ന് പോടാന്ന്. പോടാ, അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോടാ. അങ്ങോട്ട് ഞങ്ങൾ പൊക്കോളാം, നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. അലമ്പാ. ഇപ്പൊ തോന്നുന്നുണ്ടോ കൂടെ ഒരു നായരുണ്ടായാൽ കൊള്ളാമെന്ന്? ഹലോ, ടൗണിലേക്കാണെങ്കിൽ ഇതേ പോകാം. അല്ല, ഞാൻ വേണമെങ്കിൽ ഇറങ്ങി തരാം, പ്രശ്നമാക്കണ്ട. ഏതാടാ ചെക്കന്മാര്? പുതുമുഖങ്ങളാണല്ലോ. അവർ ഈ തൊടിയിലെ കേശുനായരുടെ അനന്തരവന്മാരാ. ഇപ്പൊ കോളേജ് ലീവാണല്ലോ. സിദ്ധു മുത്തു ഇവിടെ നിൽക്കാന്നാ പറഞ്ഞു. അവർ രാഗം തീർന്ന് മുമ്പിൽ കാണുമെന്ന്. ആഹാ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിരുന്ന് ഞണ്ണുക.
ഞാനും ആശാനും കൂടി നിങ്ങൾ എവിടെ അന്വേഷിച്ചെന്നറിയാവോ? നിങ്ങൾ ആ രാഗം തീയന്റെ മുമ്പിൽ കാണുമെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ എത്ര നേരം വെച്ചാൽ അവിടെ കാത്തു നിൽക്കുക. എന്നിട്ട് ആശാൻ എവിടെ? ആശാൻ അവിടെ ഉണ്ട്. ആശാന് പാന്റും ഷർട്ടും മേടിക്കണമെന്ന്. എന്ത് ആശാന് പാന്റാ? ആ ആ സംഗതിയുള്ള തിരക്കിടില്ല. ചേട്ടാ ഇട്ട് നോക്കണോ? ഇതെങ്ങനെ? വേണ്ട വേണ്ട. നിനക്ക് എന്താ വില? തരും കേട്ടാ. 275 രൂപ. അയ്യോ നമുക്ക് മുതലാകുകയല്ല. ഒരു 150 രൂപ വരും. പറ്റുമോ? ഇവിടെ ഫിക്സഡ് പ്രൈസ് ആണ് സാറേ. വേണ്ട പടാ. ബാ അത് എത്ര കാലമായിട്ട് ഇവിടെ ഇരിക്കുന്നതാ, കൊടുത്ത് ഒഴിവാക്കുന്നേ. സാറേ ദേ വിളിക്കണേ വിളിക്കണേ. എന്താ ഒരു 200 രൂപ തരാമോ? 175 രൂപ എന്നൊരു പൈസ കൂടുതലാണ് ഉമ്മക്ക് വേണ്ട. പറ്റുമോ? ആ ശരി, കച്ചവടം നടക്കട്ടെ. ആ പോരട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞത്. വലിയ കടയുടെ ഷോ കണ്ട് കയറിയ അവന്മാർ നമ്മളെ പറ്റിക്കും. ഇതുപോലെ ചെറിയ കടയാണെങ്കിൽ നമുക്ക് വിലയും പേശാം, നല്ല സാധനവും കിട്ടും. മനസ്സിലായി? മനസ്സിലായി. മനസ്സിലായോ? മനസ്സിലായി. വേഗം ബാക്കി. ആ ഏതായാലും ഒന്ന് കുശാലായി. പോട്ടടാ. ആശാനോടൊന്ന് പറയണേ. എന്താടാ ക്യാമറ കാണണോ? ഞങ്ങൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. കാണോ? ഒരാശയല്ലേ ആശാനെ? അതെന്താണെന്ന് അറിയാൻ. ആ, ആ. ആശാനെ ഇതിന്റെ അകത്ത് മുഴുവൻ ഇരുട്ടാണല്ലോ. അതെ, ഇന്റർവ്യൂലായി കാണും, അതാ ഇവിടെ ആളില്ലാത്തത്. ഈടാ. ഹായ്, എടാ മുഴുവൻ ലൈറ്റിന്റെ കളിയാണല്ലോ. പെർ ഹെഡ് 40 റുപ്പീസ്. വാട്ട്? ഒരാൾക്ക് 40 രൂപ. ഓൾ റൈറ്റ്. 4 പേർക്ക് 160 രൂപ. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഞങ്ങൾക്കും അറിയാടോ. പൈസ ആദ്യം കൊടുക്കണം. എന്തിനാ ഞങ്ങൾ തരാതെ ഓടിപ്പോവോ? ഇല്ല സാർ, അതാണ് ഇവിടുത്തെ രീതി. എന്നാ ഇപ്പൊ കാണണ്ട പുല്ല്. വാടാ. ഏതായാലും കൊടുത്തേ പറ്റൂ. ഇപ്പഴേ കൊടുത്തേ ആശാന്. വന്നതല്ലേ ആശാനെ? അതെ. ഇത് കൊടുക്കാം ആശാനെ. എത്ര? 160 രൂപ അല്ലേ? ആശാൻ തരും, മേടിച്ചോ. ആശാൻ കൊടുക്കുന്നതേ കൊടുക്കുന്നത്. ആ കൊടുക്കും. നല്ല ആശാനല്ലേ? ആശാനല്ലേ? ചക്ര ആശാൻ. അയ്യോ